നമസ്കാരം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഏതാ പഠിച്ചത്? നമ്മുടെ പുതിയ പാഠത്തിന്റെ പേരെന്തായിരുന്നു? അമ്മയും കുട്ടിയും. എഴുതിയതാരാണ്? കുമാരനാശാൻ. കുമാരനാശാൻ എഴുതിയ അമ്മയും കുട്ടിയും എന്ന കവിതയാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അമ്മയും കുട്ടിയുള്ള സംഭാഷണ രൂപത്തിലായിരുന്നു കവിത. കുട്ടി അമ്മയോട് പറയാണ്, വല്ലിയിൽ നിന്ന് മനോഹരമായ പൂക്കൾ ഇതാ പറന്നു പോകുന്നു. അമ്മ എന്താ പറഞ്ഞത്? മോനെ, ഇതെന്തല്ല, പൂമ്പാറ്റയല്ല, അല്ല പൂക്കളല്ല, പൂമ്പാറ്റകളാണ് പറന്നു പോകുന്നത്. അപ്പൊ ചെടിയില് പൂക്കളിലെ തേൻ കുടിക്കാനായിട്ട് ആര് വന്നിരിക്കുന്നുണ്ട്? പൂമ്പാറ്റ വന്നിരിക്കുന്നുണ്ട്. തേൻ കുടിച്ചു കഴിഞ്ഞിട്ട് ഒരു പൂവിൽ നിന്ന് മറ്റു പൂവിലേക്ക് അവരിങ്ങനെ പറന്നു പോവാണ്. വെള്ള നിറത്തിലുള്ള പൂമ്പാറ്റയൊക്കെയാണ്. അപ്പൊ കുട്ടിക്ക് കാണുമ്പോൾ തോന്നുന്നത് അത് പൂവാണ് പറന്നു പോകുന്നതെന്ന്. അപ്പൊ പൂവല്ല, പൂമ്പാറ്റയാണ് പറന്നു പോകുന്നതെന്നാണ് ആര് പറഞ്ഞു കൊടുക്കുന്നത്? കുട്ടിക്ക് അമ്മ പറഞ്ഞു കൊടുക്കുന്നത്. ഇനി നമുക്ക് അടുത്ത വരികള് ചൊല്ലാം. എല്ലാവരും മാമിന്റെ ഒപ്പം ചൊല്ലാൻ ശ്രമിക്കണം. വരികൾ വളരെ ശ്രദ്ധാപൂർവം കേൾക്കണം. അർത്ഥം മനസ്സിലാക്കി ശ്രദ്ധാപൂർവം വേണം നിങ്ങളത് ചൊല്ലാനായിട്ട്, കേട്ടോ? എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് എടുത്തില്ലേ? അപ്പൊ മാം ചൊല്ലുമ്പോ ഒപ്പം ചൊല്ലണം. മാം ആദ്യ ഭാഗം ഒന്നുകൂടി ചൊല്ലിത്തരം, തുടർന്ന് അടുത്ത വരികളും വായിക്കാം. കുട്ടി: ഈ വല്ലിയിൽ നിന്നു ചെമ്മേ പൂക്കൾ പോകുന്നിതാ പറന്നമ്മേ. അമ്മ: തെറ്റി നിനക്കുണ്ണി, ചൊല്ലാം നൽപൂമ്പാറ്റകളല്ലേ ഇതെല്ലാം. അപ്പൊ എന്താണ് പറഞ്ഞത്? വല്ലിയിൽ നിന്ന് പറന്നു പോകുന്നത് പൂക്കളല്ല. എന്താണ് പറന്നു പോകുന്നത്? പൂമ്പാറ്റകളാണ്. മനസ്സിലായില്ല? അടുത്ത വരി എന്താണ് പറയുന്നത്? മേൽക്കുമേലിങ്ങിവ പൊങ്ങി വിണ്ണിൽ നോക്കമ്മേ എന്തൊരു ഭംഗി. അയ്യോ പോയി കൂടെ കളിപ്പാനമ്മേ, വയ്യനിക്കു പറപ്പാൻ. എന്താണ് പറയുന്നത്? മേൽക്കുമേലിങ്ങിവ പൊങ്ങി. വരികൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, ശ്രദ്ധിച്ച് കേൾക്കണം. മേൽക്കുമേലിങ്ങിവ പൊങ്ങി, ഒന്നിന്റെ മീതെ ഒന്നായിട്ട് മേൽക്കുമേലിങ്ങിവ പൊങ്ങി. ഇവ ഇങ്ങനെ പൊങ്ങിപ്പോകുകയാണ്. വിണ്ണിൽ, വിണ്ണെന്ന് പറഞ്ഞാല് ആകാശം. കുട്ടിക്ക് എന്നെ മുകളിലോട്ട് നോക്കുമ്പോൾ ആകാശത്തേക്ക് ഒന്നിന്റെ മീതെ ഒന്നായി ഇങ്ങനെ പറന്നു പോകുകയാണ്. നോക്കമ്മേ എന്തൊരു ഭംഗി. ഈ പൂമ്പാറ്റ പറന്നു പോകുന്നത് കാണാൻ എന്തൊരു ഭംഗിയാണ് അമ്മേ. അമ്മ ഒന്ന് നോക്കൂ, ഒന്നിന്റെ മീതെ ഒന്നായി ഇങ്ങനെ പറന്നു പോവുകയാണ്. ഈ പറന്നു പോകുന്നത് കാണാൻ എന്തൊരു ഭംഗിയാണ് അമ്മേ. അയ്യോ പോയി കൂടെ കളിപ്പാൻ. എനിക്ക് അവരുടെ കൂടെ പോയി കളിക്കണം എന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ എനിക്ക് പറ്റണില്ല അമ്മേ. വയ്യെനിക്കു പറപ്പാൻ, എനിക്ക് പറക്കാൻ വയ്യാന്ന്. കുട്ടിക്ക് പറക്കാനായിട്ട് കഴിയോ? ഇല്ല. കുട്ടി പറയാണ്, എനിക്ക് അവരുടെ കൂടെ പോയി കളിക്കണം എന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ എനിക്ക് പറക്കാനായിട്ട് പറ്റുന്നില്ല, എനിക്ക് വയ്യ. അവരുടെ കൂടെ ഒപ്പം പറക്കാൻ എനിക്ക് വയ്യ, എനിക്ക് പറ്റുന്നില്ല എന്ന് ആരോട് പറയാണ്? അമ്മയോട് കുട്ടി പറയുകയാണ്. അപ്പൊ ഒന്നുകൂടി നമുക്ക് ഈ വരികൾ നോക്കാം. മേൽക്കുമേലിങ്ങിവ പൊങ്ങി, ഒന്നിന്റെ മീതെ ഒന്നായിട്ട് ഇങ്ങനെ പൊങ്ങി പറക്കുന്നുണ്ട്. ആരാ പറക്കുന്നത്? പൂമ്പാറ്റ. പൂവാണോ? അല്ല. എന്താ പറന്നു പോകുന്നത്? ഒന്നിന്റെ മീതെ ഒന്നായി പറന്നു പോകുന്നത് എന്താണ്? പൂമ്പാറ്റ. എവിടേക്കാണ് പറക്കുന്നത്? വിണ്ണിൽ. വിണ്ണിൽ എന്ന് പറഞ്ഞാല് ആകാശത്ത്. ആകാശത്തേക്ക് ഇങ്ങനെ മുകളിലോട്ട് ഇങ്ങനെ പറന്നു പോകുകയാണ്. നോക്കമ്മേ എന്തൊരു ഭംഗി. അമ്മേ, ഈ പറന്നു പോകുന്നത് കാണാൻ എന്തൊരു ഭംഗിയാണ്. ഇങ്ങനെ പറയുന്നത് ആരാണ്? കുട്ടി. ആരോടാ പറയുന്നത്? അമ്മയോട്. അയ്യോ പോയി കൂടെ കളിപ്പാനമ്മേ, വയ്യെനിക്കു പറപ്പാൻ. എനിക്ക് കൂടെ പോയിട്ട് കളിക്കണം എന്ന് ആഗ്രഹമുണ്ട്, പറക്കാൻ എനിക്ക് വയ്യ എന്നാണ് ആര് പറയുന്നത്? കുട്ടി പറയുന്നത്. അപ്പൊ നമുക്കിതിലെ ആദ്യത്തെ 4 വരി പദ്യമാണ് കാണാതെ എഴുതി പഠിക്കാനായിട്ടുള്ളത്. ബാക്കി വരികളെല്ലാം ചൊല്ലിപ്പഠിക്കാനായിട്ടുള്ളതാണ്. നിങ്ങൾ മാം പറയുന്ന വരികൾ റഫ് ബുക്കില് എഴുതി പഠിക്കണം. 5 ടൈംസ് എഴുതി പഠിക്കണം. നോട്ട്സ് എഴുതിയെടുക്കണം. കോപ്പി ബുക്ക് എഴുതണം. ഇനി ബാക്കി ഭാഗവുമായി അടുത്ത ക്ലാസ്സിൽ കാണാം. നന്ദി.